മൂന്ന് പതിറ്റാണ്ടുകൾ നീണ്ട സൈനിക സേവനം 2016 അവസാനിച്ചെങ്കിലും സേവന മനോഭാവം ഹൃദയത്തിൽ സൂക്ഷിച്ച ആ മനുഷ്യന് സമൂഹത്തിൽ നിന്നോ സാമൂഹിക സേവനങ്ങളിൽ നിന്നോ മാറി നിൽക്കാൻ കഴിയുമായിരുന്നില്ല. സാഫി എന്നറിയപ്പെടുന്ന സോഷ്യൽ അഡ്വാൻസ്മെന്റ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടറായിക്കൊണ്ട് തന്റെ രണ്ടാം കർമ്മപദത്തിന് പുതിയൊരു തുടക്കം കുറിച്ചു. അർപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വങ്ങളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചൊരു മനുഷ്യൻ. ഖുദ്സെ ഖുദ്ദക്കിൽ നമ്മോടൊപ്പം കേണൽ നിസാർ അഹമ്മദ് സീതി. Your beliefs become your thoughts. Your thoughts become your words. Your words become your action. Your action becomes your habit. And your habits become your values. And your values become your destiny. This is one of the most dearest quote from our father of the nation, Gandhiji. അപ്പോൾ ഞാൻ താന്യം വില്ലേജ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് 62 കൊല്ലങ്ങൾക്ക് മുമ്പ് ജനിച്ചതും വളർന്നതും. എൻ്റെ ഈ ലോകത്തിലേക്കുള്ള വരവ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആണ്, പ്ലാൻഡും ആയിരുന്നില്ല. കാരണം എൻ്റെ ഫാദർ റിട്ടയർ ചെയ്തതിന് ശേഷമാണ് ഞാൻ ജനിച്ചത്. എൻ്റെ തന്നെ പെങ്ങളുടെ മകൻ നെഫ്യൂ എന്നേക്കാൾ 8 വയസ്സ് മൂത്തതാണ്. അപ്പം ഞാനൊരു ബോൺ അങ്കിളാണ്. അങ്ങനെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടും പിന്നെ നമ്മളുടെ 2 സിസ്റ്റേഴ്സും 22-20 വയസ്സ് മൂത്തതായിരുന്നു. ബ്രദർ 15 വയസ്സ് മൂത്തതായിരുന്നു. അങ്ങനെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഇൻട്രോവേർട്ടായി മാറി. അങ്ങനെ അവിടുത്തെ പയ്യന്നൂർ LP സ്കൂള്, പിന്നെ പെരിങ്ങോട്ടര UP സ്കൂൾ, പിന്നെ വലപ്പാട് ഹൈസ്കൂള്, പെരിങ്ങോട്ടർ ഹൈസ്കൂളിലാണ് ഞാൻ സ്കൂൾ പഠനങ്ങൾ നടത്തിയത്. അതിനുശേഷം നാട്ടിലുള്ള തന്നെ ശ്രീനാരായണ കോളേജ്, SN കോളേജ് നാട്ടികയിലാണ് ഞാൻ എൻ്റെ പ്രീ ഡിഗ്രിയും ഡിഗ്രിയും ചെയ്തത്. ഒരു വലിയൊരു ടേണിംഗ് പോയിൻ്റ് എൻ്റെ ജീവിതത്തിൽ വന്നത്, ആ ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് ആയിട്ടുള്ളൊരു പോയിൻ്റ് നമ്മുടെ SN കോളേജിലുണ്ടായിരുന്ന അത്ലറ്റിക്സ് മീറ്റാണ്, ആനുവൽ അത്ലറ്റിക്സ് മീറ്റ്. അപ്പോൾ നമുക്ക് ആരും അങ്ങനെ പറഞ്ഞു തരാനോ ട്രെയിൻ ചെയ്യാനോ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എടുത്തതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ ഡിഗ്രിക്ക് സയൻസ് ആയിരുന്നു. അപ്പോൾ സയൻസുകാർ പൊതുവേ നമ്മളുടെ സ്പോർട്സ് ആക്ടിവിറ്റീസിന് കുറച്ച് ബാക്കിലാണ്. അതധികവും കോമേഴ്സ് എക്കണോമിക്സിൻ്റെയും ഹെവനായിരുന്നു. അപ്പോൾ അതാണ് ഒരു വലിയൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം പേടി കൊണ്ട് പേര് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അന്ന് അത്ലറ്റിക്സ് മീറ്റ് തുടങ്ങിയ ദിവസം, അപ്പോൾ ആദ്യം ലോങ് ജമ്പാണ് ഇവൻ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനവിടെ പുറത്ത് പോയിട്ട് ഓരോരുത്തർ ചാടുമ്പോൾ കാലുകൊണ്ട് അളന്ന് നോക്കുമായിരുന്നു അവർ എത്ര ചാടി എന്നുള്ളത്. അപ്പോൾ 18 അടി 19 അടീൻ്റെ ഇടയിലൊക്കെയാണ് അവർ ചാടുന്നത്. അപ്പോൾ എനിക്ക് ഒരു കോൺഫിഡൻസ് വന്ന് ഞാൻ തോട് ചാടുമ്പോൾ ഓൾമോസ്റ്റ് ഞാൻ 18-19 അടി ചാടുന്നുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന NCCയുടെ ഓഫീസർ ഉണ്ടായിരുന്നു, മേജർ ചെട്ടിയാർ. ആ ചെട്ടിയാരെടുത്ത് പോയിട്ട് ഞാൻ ചോദിക്കും, സാർ. അപ്പോൾ മൂപ്പര് പെട്ടെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പെട്ടെന്ന് കുറച്ചൊന്ന് പേടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന്. എങ്ങനെയോ പറഞ്ഞ് അങ്ങോട്ട് ഒപ്പിച്ചു. അപ്പോൾ സാധാരണ അയാൾ വളരെ ടഫാണെങ്കിലും അപ്പോൾ അയാൾ പറഞ്ഞു, ഓക്കെ പേര് പറഞ്ഞു, ക്ലാസ് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ പോയിട്ട് ആദ്യത്തെ ലോങ് ജമ്പ് കോളേജിൽ ആ ഒരു ജമ്പ് നല്ല ജമ്പായിരുന്നു. ഒരു 18 അടി 4 ഇഞ്ചാണ് അന്ന് ചാടിയത്. അപ്പോൾ രണ്ടാമത് വന്നവരൊക്കെ 18-2, 18-1, 18-17 താഴേക്കാണ്. അങ്ങനെ ലോങ് ജമ്പിൽ ഫസ്റ്റ് കിട്ടി. അപ്പോൾ പിന്നെ ഈ സയൻസുകാർക്ക് ആദ്യമായിട്ടാണ് ഒരു പ്രൈസ് കിട്ടുന്നത് അവിടെ.
അപ്പോൾ അവരെന്ത് പറഞ്ഞു, ചേച്ചിമാരും ചേട്ടന്മാരും കൂടി പറഞ്ഞു എന്നാൽ ഇവനെ എല്ലാത്തിലും ഇടുക. അപ്പോൾ അങ്ങനെ 100 മീറ്റേഴ്സിലിട്ടു, 110 ഹേർഡിൽസിലിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രിപ്പിൾ ജമ്പിലിട്ടു. അന്ന് ട്രിപ്പിൾ ജമ്പ് പറഞ്ഞിരുന്ന ഹോപ്പ് സ്റ്റെപ്പ് ആൻഡ് ജമ്പ് എന്നാണ്. അങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ട് ഈ 4ലും എനിക്ക് ഫസ്റ്റ് കിട്ടി. പിന്നെ ഞാൻ ജൂനിയർ ആയതുകൊണ്ട് എന്നെ സീനിയറുള്ള ഒരു പാർട്ടിസിപ്പേഷനിലിട്ടു. അപ്പോൾ ആ സീനിയർ കാറ്റഗറിയിലും 4 ഫസ്റ്റ് കിട്ടി. പിന്നെ 2 റിലേ ഉണ്ടായിരുന്നു, 4x100-ഉം 4x400-ഉം. ആ റിലേയിൽ 1 ഫസ്റ്റ് 1 സെക്കൻഡ് കിട്ടി. അപ്പോൾ ഓവറോൾ ഈ ഒരു അത്ലറ്റിക്സ് എക്സ്പീരിയൻസാണ് എൻ്റെ ജീവിതത്തിലൊരു വലിയൊരു വഴിത്തിരിവായിട്ട് മാറിയത്. കാരണം അതുകൊണ്ട് നമ്മളുടെ ആ ഒരു ഓപ്പണിങ് അപ്പാണ്, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, നമ്മുടെ ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് ആണ് അന്ന് നടന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ NSSൽ ജോയിൻ ചെയ്തു. അവിടെ വോളണ്ടിയർ ആയിരുന്നു, പിന്നെ വോളണ്ടിയർ ക്യാപ്റ്റനായി. അപ്പോൾ ക്യാമ്പുകളും അങ്ങനെയൊക്കെ വന്നപ്പോൾ ഒരു നല്ല എക്സ്പോഷറായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഒരു വലിയൊരു വഴിത്തിരിവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞു, പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന, ഇവിടെ നമ്മൾ പ്രീ ഡിഗ്രി സമയത്ത് സയൻസ് എടുത്ത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എല്ലാവരും പറഞ്ഞു നിൻ്റെ ജ്യേഷ്ഠൻ ഡോക്ടറാണ്, അപ്പോൾ സയൻസ് എടുത്തു. അപ്പോൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഒരിക്കലും നമ്മുടെ സബ്ജക്റ്റ് വേറെ ആൾ പറഞ്ഞിട്ടോ അച്ഛനമ്മ പറഞ്ഞിട്ടോ ബ്രദർ സിസ്റ്റർ പറഞ്ഞിട്ടോ എടുക്കരുത്. നമ്മളത് എപ്പോഴും എടുക്കേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ്, നമുക്ക് പാഷനായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഈ പ്രാക്ടീസൊക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ട് ലാബ് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ലായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രിയുടെ സമയത്ത് ഞങ്ങളുടെ ഒരു പ്രൊഫസർ മാത്തച്ഛൻ ഉണ്ടായിരുന്നു. വളരെ ടഫാണ്. ഒരു പറഞ്ഞു, എന്ത് പ്രാക്ടീസ് ചെയ്ത് എനിക്കറിയില്ല, റെക്കോർഡ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പറ്റില്ല. അതൊരു ഭയങ്കര ഷോക്കായിരുന്നു. കാരണം 7 ദിവസമേ ബാക്കിയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബോട്ടണിയുടെയും സുവോളജിയുടെയും റെക്കോർഡ് എന്ന് പറഞ്ഞാൽ മുഴുവൻ വരച്ചുണ്ടാക്കണം, വളരെ എഫേർട്ട് വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു കൊല്ലം പോയി. അപ്പോഴാണ് നമ്മളുടെ ചേച്ചിമാർ കൂടിയിട്ട് സുവോളജിയിലെയും ബോട്ടണിലെയും ചേച്ചിമാർ ഒരാഴ്ച ഇരുന്നിട്ടാണ് എൻ്റെ കംപ്ലീറ്റ് 2 റെക്കോർഡ്സും കംപ്ലീറ്റ് ചെയ്ത് തന്നതും. അങ്ങനെ അന്ന് ഞാനൊരു ഡിസിഷൻ എടുത്തു, സയൻസ് നമുക്ക് പറ്റില്ല, ഇറ്റ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. അങ്ങനെയാണ് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ BComലേക്ക് ജമ്പ് ചെയ്യുന്നത്. അങ്ങനെ BCom കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നൊരു അറിയാത്ത സമയത്താണ് പോയിട്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് ജോയിൻ ചെയ്യുന്നത്. തൃശ്ശൂർ 26 കിലോമീറ്റർ ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്ന്. അപ്പോൾ അവിടെ പോകാമെന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ വളരെ നേരത്തെ 7 മണിക്ക് ഇറങ്ങണം. വൈകുന്നേരം ഓഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു 8-9 മണിയാവും. അപ്പോൾ അത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ജോലിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഫാദർ മരിച്ചുപോയത്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു അടിയായിപ്പോയി മാനസികമായിട്ട്. കാരണം ഒരു സപ്പോർട്ട് പോയ ഒരു ഫീലിംഗ് ആണ് വന്നത്. ഞങ്ങളൊക്കെ ഒരു സാധാരണ ഒരു ലോ മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ജനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ബാലു ആൻഡ് ബാലു കമ്പനിയിൽ CAയുടെ പ്രാക്ടീസ് ആർട്ടിക്കിൾഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളുടെ നാട്ടിലെ തെങ്ങേറ്റ തൊഴിലാളികൾ, കോക്കനട്ട് പ്ലക്കേഴ്സ് ഉണ്ടല്ലോ, അവർ സമരത്തിലായി. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നമ്മളുടെ മെയിൻ വരവെന്ന് പറയുന്നത് ഈ തേങ്ങയാണ്. ഈ തേങ്ങ മാസം എടുത്തതിന് ശേഷം നമ്മളത് പൊളിച്ച് കൊപ്രയാക്കി കാട്ടൂർ മില്ലിൽ കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് അതിൻ്റെ പൈസ കിട്ടിയിട്ട്, അതുകൊണ്ടാണ് നമ്മൾ ഗ്രോസറിയും ബാക്കിയുള്ള എല്ലാ ചിലവും വഹിക്കുന്നത്. അപ്പോൾ ഈ തെങ്ങേറ്റം നിന്നപ്പോൾ എന്ത് പറ്റി, അതെല്ലാം സ്റ്റോപ്പായി. അങ്ങനെ ഞങ്ങളൊരു കർഷക സംഘം രൂപീകരിച്ചു. അപ്പോൾ എല്ലാവരും കൂടി എന്നെ അതിൻ്റെ സെക്രട്ടറി ആക്കി മാറ്റി. ഞങ്ങൾ ആദ്യം ഇവരെ ഡിമാൻഡ് ചോദിച്ചത് ഡബിൾ ഡിമാൻഡാണ് അവർ ചോദിച്ചത്. കാരണം അവിടെ ആ 4 പേരേ ഉള്ളൂ നമ്മളെ നാട്ടിൽ തെങ്ങ് കയറുന്നവർ, വേറെ ആരുമില്ല. അങ്ങനെ നമ്മൾ മീറ്റിംഗ് തൃശ്ശൂർ വെക്കുന്നു, കളക്ടർ അടുത്ത് അയ്യന്തോളിൽ. അവിടെ വെച്ചിട്ടുള്ള 2 മീറ്റിങ്ങും ഫെയിലായി. കാരണം ഇവർ ഒരു അഡ്ജസ്റ്റ്മെൻറ്റോ നെഗോഷിയേഷനോ തയ്യാറായില്ല. എന്നുവെച്ചാൽ അവർക്കൊരു കാര്യം അറിയാം, തെങ്ങ് കയറാതെ അവിടെ ആരെയും വീട്ടിൽ കഞ്ഞി പോകില്ല എന്നുള്ള ആ ഒരു ഫീലിംഗ് എല്ലാവർക്കും അറിയായിരുന്നു. കാരണം തേങ്ങ കിട്ടിയാൽ മാത്രമേ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, വേറെ ഒരു വരവ് വന്നില്ല. അങ്ങനെ ഒരു 9 മാസം ഈ സംഭവം നടന്നുകൊണ്ടിരുന്നു. ഞങ്ങൾ പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവന്നിട്ടാണ് പിന്നെ തെങ്ങ് കയറ്റിച്ചത്. പക്ഷെ അതിനുള്ള കുറേ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ പ്രൊട്ടക്ഷൻ, അവരെ താമസം, അവരെ ഫുഡൊക്കെ നമ്മൾ നോക്കണം. ഇവർ പുറത്തുനിന്ന് അവരെ ത്രെട്ടൺ ചെയ്യുകയും ചെയ്യും. കാരണം അന്തിക്കാട് എന്നുള്ള കുറച്ച് അന്ന് നക്സലൈറ്റ്സ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അന്തിക്കാട് അജിത അങ്ങനെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അന്ന് കാലത്ത്. അപ്പോൾ അവരുടെയൊക്കെ ഒരു കൺട്രോളിലുള്ള ടീം ഇവിടെ വന്നിട്ട് എല്ലാ ആഴ്ചയും അവർക്ക് ക്ലാസ് എടുത്തിട്ട് അവരെ മനസ്സ് തിരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ 9 മാസമായപ്പോൾ ഞങ്ങളും ക്ഷീണിച്ചു,
നമ്മളെ തെങ്ങേറ്റക്കാർക്കും വേറെ പണിയൊന്നും അറിയില്ല. അപ്പോൾ കുറച്ച് ആദ്യം അവരൊക്കെ ഇവർ അസോസിയേഷൻ ഹെൽപ്പൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെയും ബുദ്ധിമുട്ടായി. അങ്ങനെയുള്ള ഒരു സമയത്ത് ഇവരൊരു വേറൊരു ഫ്രണ്ട് വഴി നമ്മൾ സംസാരിച്ചിട്ടാണ് ഇതൊരു വിൻ വിൻ സിറ്റുവേഷനായിട്ട് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഈ യാത്രയുടെ ഇടയിലാണ് നമ്മൾ ഈ തെങ്ങേറ്റത്തിൻ്റെ ഇടയിൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ മാധവേട്ടൻ്റെ കടയിൽ കയറും. അപ്പോൾ ഞാൻ അന്ന് ചായ കുടിക്കാറില്ല. പക്ഷെ ആ സമയത്ത് പേപ്പർ ഉണ്ടായിരുന്നു, അവിടെ മനോരമ പേപ്പർ. അത് വെറുതെ മറിച്ച് നോക്കുമായിരുന്നു. അപ്പോൾ അതിലൊരു 4ാമത്തെ പേജിലാണ് ഞാൻ ഈ ഇത് കാണുന്നത്, CDS എക്സാമിനേഷൻ. അന്ന് CDS എന്താണെന്ന് തന്നെ അറിയില്ല. കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ UPSC കണ്ടക്ട് ചെയ്യുന്നതാണ്. അങ്ങനെ അതിലെഴുതിയിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് എംപ്ലോയ്മെൻറ്റ് ന്യൂസ് പേപ്പർ വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ അതൊന്നും കിട്ടില്ല. ആകെ വരുന്നത് മാതൃഭൂമിയും പിന്നെ ഒരു മനോരമയാണ്. അങ്ങനെ തൃശ്ശൂർ പോയി. തൃശ്ശൂർ അവിടെ സ്വരാജ് റൗണ്ടിൽ മുഴുവൻ കറങ്ങി നടന്ന് എന്നിട്ട് അവസാനം ഒരു സ്റ്റേഷനറി ആൻഡ് നമ്മുടെ മാഗസിനൊക്കെ വിൽക്കുന്ന ഷോപ്പിൽ നിന്നാണ് എംപ്ലോയ്മെൻറ്റ് ന്യൂസ് കിട്ടിയത്. അപ്പോൾ അതിൽ നോക്കിയപ്പോൾ 2 ഫുൾ പേജാണ് കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനെ പറ്റി എഴുതിയിരിക്കുന്നതും അതിൻ്റെ അപ്ലിക്കേഷൻ ഫോമും എല്ലാം. അപ്പോൾ അതൊക്കെ ഞാൻ പേപ്പറിൽ ഫില്ല് ചെയ്തു. അതിനുശേഷം അയച്ചു. അപ്പോൾ അന്ന് നമ്മൾ കൊച്ചിയിൽ മഹാരാജാസ് കോളേജിൽ മാത്രമാണ് ഒരു സെൻറ്റർ ഉള്ളത് CDSൻ്റെ. അപ്പോൾ 3 പേപ്പർ ഉണ്ടായിരുന്നു. ഒന്ന് ഇംഗ്ലീഷ്, ഒന്ന് ജനറൽ നോളജ്, ഒന്ന് മാത്സ്. അപ്പോൾ മാത്സ് ഞാൻ അന്ന് നല്ല ഉഷാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇംഗ്ലീഷും പൊതുവിജ്ഞാനം നന്നായിരുന്നു. അങ്ങനെ അത് മുഴുവൻ എഴുതി. മാത്സ് പേപ്പർ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ABCD ആണ്. അപ്പോൾ അതിൽ ABC അങ്ങനെ കുത്തി 1/4 മണിക്കൂർ കൊണ്ട് എൻ്റെ പേപ്പർ കഴിഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ 2-3 മണിക്കൂറായിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തായാലും കിട്ടില്ല. അങ്ങനെ തിരിച്ച് നമ്മളുടെ പട്ടര അടുത്ത് തന്നെ ഓഡിറ്റിങ്ങിന് വന്നു. ബാക്ക് ടു ദാറ്റ് ബോറിങ് ജോബ് അഗെയിൻ. അങ്ങനെയുള്ള സമയത്താണ് ഞാൻ ഓണം വെക്കേഷനായപ്പോൾ വീട്ടിൽ വേറെ കമ്പനിയൊന്നുമില്ല, അമ്മ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ കോഴിക്കോട് വരുന്നു. വെള്ളിപറമ്പിൽ എൻ്റെ മൂത്ത അളിയൻ, പെങ്ങളുടെ ഭർത്താവും അവരെ മക്കളും അവിടെയാണ്. മൂപ്പര് KSCBയിൽ എൻജിനീയറായിരുന്നു. അപ്പോൾ ഞാൻ ഓണം വെക്കേഷന് വന്നു കഴിഞ്ഞാൽ ഇവരെ കൂടെ കളിക്കുക എന്നുള്ള നിലയ്ക്കാണ് അവിടെ വന്ന്. ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ച് തൃപ്രയാർ എത്തുന്നു. അപ്പോൾ തൃപ്രയാർ കിഴക്കേ നടയിൽ ബസ്സിൽ ഇറങ്ങിയപ്പോൾ എൻ്റെ വേറൊരു നെഫ്യൂ അവിടെ ഉണ്ടായിരുന്നു, സാദിഖ് പറഞ്ഞു, നിസാറെ നിന്നെ നോക്കിയിട്ട് നമ്മുടെ വാസു പോസ്റ്റ്മാൻ ഇങ്ങനെ 5-6 ദിവസമായിട്ട് നിന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് പറ്റി? നിനക്കെന്തോ രജിസ്റ്റേർഡ് കത്താൻ കണ്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കാരുടെ രജിസ്റ്റേർഡ് കത്ത് എഴുതാൻ? അപ്പം ഞാൻ അവൻ്റെ സൈക്കിൾ ഉണ്ടായിരുന്നു, സൈക്കിളിൻ്റെ ബാക്കിലിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പെരിങ്ങോട്ടുര പോസ്റ്റ് ഓഫീസിൽ പോയി. അപ്പോൾ അവിടെ പോയപ്പോൾ നമുക്ക് വന്ന ലെറ്റർ ഓൾറെഡി അവർ എടുത്തിട്ട് മറ്റേ പോസ്റ്റൽ ബാഗ് ഉണ്ടല്ലോ അതിലിട്ടിട്ട് അത് സീൽ ചെയ്ത് മൂപ്പര് അവരുടെ ലോഗ് ബുക്കിൽ എൻട്രി ചെയ്യുകയും ചെയ്തു. പക്ഷെ നമുക്ക് നാട്ടിലുള്ള ഒരു അഡ്വാൻറ്റേജ് അന്യോന്യം അറിയാം. ഇന്നത്തെ മാതിരിയല്ല. ഇന്നിപ്പോൾ നമ്മുടെ ഫ്ലാറ്റിലുള്ളവരൊന്നും അറിയില്ല അങ്ങോട്ട് ഇങ്ങോട്ട്. പക്ഷെ നാട്ടിൽ നമ്മളെല്ലാവരും അറിയാം, പോസ്റ്റ് മാസ്റ്റർക്കും അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരാഴ്ച ഞാനിവിടെ ഉണ്ടായില്ല. രജിസ്റ്റേർഡ് ലെറ്റർ ആയതുകൊണ്ട് എന്താണ്, ഒരാഴ്ച കഴിഞ്ഞാൽ അത് തിരിച്ച് സെൻറ്റർക്ക് അയക്കും. അതാണ് അവരുടെ പോളിസി. അപ്പോൾ ഞാനിത് പറഞ്ഞപ്പോൾ അയാൾ ആദ്യമായിട്ടാണ് അവരുടെ കാരിയറിൽ ഇത് പൊട്ടിച്ചു. രണ്ടാമതായി നിന്ന് എടുത്തു ബ്രൗൺ എൻവലപ്പ്, എന്നിട്ട് എനിക്ക് തന്നിട്ട് അതിൽ റീ എൻട്രി ചെയ്ത്. അപ്പോൾ അത് ഇപ്പോഴും നമ്മളെ മനസ്സിലതുണ്ട് ഇപ്പോഴും. കാരണം അതല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ഈ കവറ് അടുത്ത ട്രാൻസ്പോർട്ട് ബസ്സിൽ തൃശ്ശൂർ RMSൽ പോകും, അവിടെ തിരിച്ചു പോയിട്ടുണ്ട്, ഞാൻ അറിയുന്നില്ല. അങ്ങനെ ഇത് നോക്കിയപ്പോൾ ഓൺ IGS, ഇന്ത്യൻ ഗവൺമെൻറ് സർവീസ്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് അറിയില്ല അത് എന്താണെന്നുള്ളത്. അപ്പോൾ അത് പൊട്ടിച്ചപ്പോൾ എന്താണ്, യു ആർ സെലക്റ്റഡ് ഫോർ ദ SSB ഇൻ്റർവ്യൂ, സർവീസ് സെലക്ഷൻ ബോർഡ് ഇൻ്റർവ്യൂ അറ്റ് അലഹബാദ്. അപ്പോൾ അലഹബാദ് എവിടെയാണെന്ന് വരെ അന്നൊരു ക്ലാരിറ്റി ഇല്ല നമുക്ക്. അപ്പോൾ ഒരാൾ പറഞ്ഞു നാട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ തൃശ്ശൂർ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഞാൻ ബസ് പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി തൃശ്ശൂർ. ഒരു സിംഗിൾ കൗണ്ടറേ അന്നുള്ളൂ അവിടെ, ടിക്കറ്റ് എടുക്കാനും എൻക്വയറിക്കും റിസർവേഷനും എല്ലാം കൂടെ കൂടിയിട്ട്. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തിട്ട് അവസാനം നമ്മുടെ ടേൺ വന്നപ്പോൾ ക്ലർക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് അയാൾ റെയിൽവേ ടൈം ടേബിൾ തുറന്നിട്ട് ആ മാപ്പ്, ലാസ്റ്റ് ഭാഗത്തുള്ള മാപ്പ് മുകളിൽ വെക്കുന്നു. അപ്പോൾ നമുക്കത് കാണാം, ഇന്ത്യയുടെ ആ വലിയ സൈസ്, മുകളിൽ കാശ്മീർ, താഴെ കേരളം. അപ്പോൾ ആ ഡിസ്റ്റൻസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത്. അങ്ങനെ അയാൾ പറഞ്ഞു അലഹാബാദ് പോകണമെങ്കിൽ ഇവിടുന്ന് ഇറ്റാർസിയിൽ പോകണം മധ്യപ്രദേശിൽ, അവിടെ നിന്ന് വേറൊരു സംഗം എക്സ്പ്രസ് കിട്ടും, ആ ട്രെയിനിന് നിങ്ങൾക്ക് അലഹാബാദ് എത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒക്ടോബർ മാസത്തിൽ ട്രെയിൻ പിടിച്ചു.
ഇറ്റാർസിയിൽ എത്തിയത് രാത്രി പാതിര കഴിഞ്ഞിട്ടാണ്. അങ്ങനെ രാത്രി അവിടെ സ്റ്റേഷനിൽ തന്നെ ബെഞ്ചിൽ മാനേജ് ചെയ്തു. അടുത്ത ദിവസം രാവിലെ സംഗം എക്സ്പ്രസ് 2 മണിക്കൂർ ലേറ്റായിട്ട് 11:30 മണിക്കാണ് വന്നത്. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ നിന്ന് ഒരു ടിക്കറ്റും ഇല്ല, റിസർവേഷനും ഒന്നുമില്ല. നോക്കിയപ്പോൾ ഈ സംഘത്തിൽ എല്ലാ പിൽഗ്രിമേജ് ആൾക്കാർ പോകുന്നതുകൊണ്ട് ഫുള്ള് ട്രെയിനിൽ നിറച്ച ആളാണ്, ഒരു സ്ഥലമില്ല. അങ്ങനെ ഞാൻ നടന്ന് ഇങ്ങനെ ഓരോ കമ്പാർട്ട്മെൻറ്റ് നോക്കിയപ്പോൾ ഒരു കമ്പാർട്ട്മെൻറ്റിൽ കണ്ടു മിലിറ്ററി കമ്പാർട്ട്മെൻറ്റ്. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ആഗ്രഹം വന്നു. ഞാൻ അവിടെ പോയി നിന്നു. അപ്പോൾ ഇവർ പട്ടാളക്കാർ കയറുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്, തോക്ക് അതേമാതിരി അവരെ ബോക്സൊക്കെ ആയിട്ട്. അപ്പോൾ ഒരാൾ ചോദിച്ചു ക്യാ ബാത്ത്, അപ്പോൾ എനിക്ക് ഹിന്ദി അറിയില്ല എന്ന്. അപ്പോൾ ഞാൻ ഈ കടലാസ് എടുത്തിട്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ അയാൾ വായിച്ചപ്പോൾ അയാൾക്ക് മനസ്സിലായി SSB ഇൻ്റർവ്യൂവിന് പോവാണെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു പഠിച്ചോ, കയറിയിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മിലിറ്ററി കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്തിട്ടാണ് അലഹാബാദ് എത്തിയത്. SSB ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് സെലക്ഷൻ ബോർഡ് ഇൻ്റർവ്യൂ ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. 5 ദിവസത്തെ ഇൻ്റർവ്യൂ ആണ്. ലോകത്ത് ഇത്രയും ദിവസങ്ങളിൽ ഒരു ഇൻ്റർവ്യൂ വേറെ ഇല്ല. അതിൽ നമ്മൾ സൈക്കോളജി ടെസ്റ്റ്, ഇംഗ്ലീഷ് ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, പിന്നെ നമ്മളുടെ സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റ്, അതുപോലെ തിമാറ്റിക് അപ്പസേഷൻ ടെസ്റ്റ്, പിന്നെ ഗ്രൗണ്ട് ടെസ്റ്റുകളുണ്ട്, GTO, നമ്മൾ ഓബ്സ്റ്റക്കിൾ ടെസ്റ്റ് ഉണ്ട്, സ്നേക്ക് റേസ് ഉണ്ട്, പിന്നെ ഇൻ്റർവ്യൂ നമ്മളെ പ്രസിഡൻ്റായിട്ടും ബോർഡ് മെമ്പേഴ്സായിട്ടും. അപ്പോൾ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതിൽ ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ചിലർ ഹിന്ദിയിൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആകെ ബുദ്ധിമുട്ടി പോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് കൺക്ലൂഷൻ അങ്ങോട്ട് തീർത്തു. അതേപോലെ നെക്സ്റ്റ് സബ്ജക്റ്റ് കിട്ടിയപ്പോൾ ആദ്യം ഇൻട്രൊഡക്ഷനും പിന്നെ കൺക്ലൂഷനും ചെയ്തിട്ടാണ് ഐ മാനേജ് ഇറ്റ്. അങ്ങനെ ഓബ്സ്റ്റക്കിൾ കോഴ്സിൽ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. 10 ഓബ്സ്റ്റക്കിളാണ് ഉള്ളത്. അപ്പോൾ ഓരോ ഓബ്സ്റ്റക്കിളിൻ്റെ ഡിഗ്രി ഓഫ് ഡിഫിക്കൽട്ടി വെച്ചിട്ട് മാർക്ക് കിട്ടുന്നത് 1 തൊട്ട് 10 വരെ, 55 മാർക്ക് ടോട്ടൽ. 3 മിനിറ്റ് സമയമുണ്ട്. ഈ ഓബ്സ്റ്റക്കിൾ ഞാൻ നന്നായിട്ട് ചെയ്യാൻ പറ്റിയ അത്ലറ്റ് ആയിരുന്നു, തെങ്ങ് കയറുമായിരുന്നു, നീന്തുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫിസിക്കലി നല്ല ഫിറ്റായിരുന്നു. അപ്പോൾ ഒരു 1.5 മിനിറ്റ് കൊണ്ട് എനിക്ക് എല്ലാം ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ ആലോചിക്കുന്നത് മനസ്സിലാവും, ഇപ്പോൾ മാക്സിമം മാർക്കുള്ളത് ചെയ്യാന്ന് പറഞ്ഞിട്ട് ടാർസൻ സ്വിങ് 10 മാർക്കാണ്. അപ്പോൾ അതൊരു 3 പ്രാവശ്യം ചെയ്തു, 30 മാർക്ക് കിട്ടിയല്ലോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് വെറുതെ തോന്നുന്നത് മാറ്റം തോന്നിയപ്പോൾ ഞാൻ വെർട്ടിക്കൽ റോപ്പ് കയറാൻ നോക്കി. വെർട്ടിക്കൽ റോപ്പ് ഭയങ്കര ടഫാണ്. അപ്പോഴേക്കും എൻ്റെ കൈ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരുന്നു, കഴച്ചിരുന്നു. അങ്ങനെ ഞാൻ പകുതി കയറിയപ്പോൾ എനിക്ക് പിന്നെ ഒരു പൊടി മുകളിൽ കയറാൻ പറ്റുന്നില്ല. ആ മുകളിൽ വരെ എത്തി ടച്ച് ചെയ്താലേ അത് കറക്റ്റ് ആവുള്ളൂ. ഒരു കണക്കിന് ഞാൻ മനസ്സിലാലോചിച്ചു, കം ഓൺ, യു ക്യാൻ ഡു ഇറ്റ് നൗ. യു ആർ എൻ അത്ലറ്റ്, യു ആർ എ ഗുഡ് കോക്കനട്ട് ക്ലൈംബർ, സോ യു ക്യാൻ ഡു ഇറ്റ്. ഒരു കണക്കിന് ഞാൻ പിടിച്ച് അങ്ങോട്ട് കയറി മുകളിൽ ടച്ച് ചെയ്യലും എൻ്റെ ബാലൻസ് പോയി. ഞാൻ കംപ്ലീറ്റ് ഊർന്നിങ്ങനെ ഇറങ്ങി. ഇവിടെയൊക്കെ കൈയെല്ലാം പൊട്ടി. പിന്നെ അവിടെ നഴ്സിംഗ് അസിസ്റ്റൻ്റ് ഉണ്ടായതുകൊണ്ട് അവർ ഡ്രസ്സ് ചെയ്ത് തന്നു. അങ്ങനെ അത് കഴിഞ്ഞു. 49 പേരിൽ ഞങ്ങൾ 4 പേരാണ് സെലക്ട് ആയത്. അതിൽ കഴിഞ്ഞ ശേഷം ഒരാഴ്ചത്തെ പിന്നെ ബോഡി അവർ മെഡിക്കൽ ചെക്ക് ചെയ്യും. അതൊരു എല്ലാ ടെസ്റ്റും ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ 2 പേരാണ് ഫൈനലി അതിൽ ക്ലിയർ ചെയ്തത്. അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിൽ വരുന്നു. അപ്പോഴും നമുക്ക് റിസൾട്ട് മെറിറ്റ് ലിസ്റ്റ് വന്നിട്ടില്ല. UPSC മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടേ അറിയുള്ളൂ. അങ്ങനെ ഒരു 2 മാസം കൂടി കടന്നുപോയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും വരില്ല. അങ്ങനെ ഒരു ദിവസം തൃശ്ശൂരിൽ നിന്ന് വരുമ്പോഴാണ് പറഞ്ഞത് ഒരു രജിസ്റ്റേർഡ് ലെറ്റർ വന്നിട്ടുണ്ട്, അവിടെ പോയിട്ട് എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പോസ്റ്റ് ഓഫീസിൽ പോയി രജിസ്റ്റേർഡ് ലെറ്റർ തുറന്നപ്പോൾ കിട്ടിയത് യു ആർ ഹിയർ ബൈ സെലക്റ്റഡ് ടു ജോയിൻ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി. ആഫ്റ്റർ ട്രെയിനിങ് ഓഫ് 1.5 years you will become a second lieutenant in the Indian Army.